നമസ്കാരം. കൗമാരക്കാരിലും കുട്ടികളിലും യോഗയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? എത്ര വയസ്സ് തൊട്ട് അവർ യോഗ ചെയ്യണം? എത്രത്തോളം സീരിയസ് ആയിരിക്കണം അവരുടെ പ്രാക്ടീസ് എന്നിവയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് യോഗ ചെയ്യാം. ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ കുഞ്ഞിലേ അങ്ങ് ചെയ്യും. കാരണം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകത്തില്ല. നമ്മൾ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് പഠിക്കും. ഒരു 12 വയസ്സ് തൊട്ടാണ് അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ശിക്ഷണം എന്ന രീതിയിൽ നമ്മൾ യോഗ മുറകൾ കൊടുക്കുന്നത്. അതായത് ഈ രീതിയിൽ നിങ്ങൾ കാല് വയ്ക്കണം, ഈ രീതിയിൽ കൈ ഉയർത്തണം, ഇത്രയും സ്ട്രെച്ചിങ്ങോടുകൂടി മുന്നോട്ട് വളയണം എന്നുള്ള ശിക്ഷണം കൊടുക്കുന്നത് 12 വയസ്സ് വരെ തൊട്ടാണ്. അതിന് മുന്നേ ഉള്ള കുട്ടികൾക്ക് കളി രൂപേണ അല്ലെങ്കിൽ മുതിർന്നവർ അവരുടെ അമ്മയും അച്ഛനും യോഗ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാം. അവരെ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ചെയ്തില്ലെന്ന് വരും, കുഴപ്പമില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യട്ടെ. കാരണം അവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാണ്. അവരുടെ ചിന്താരീതികളും അവരുടെ നെർവസ് സിസ്റ്റവും ഒന്നും പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. അവർക്ക് കൂടുതൽ പ്രാണായാമയും അതുപോലെ തന്നെ മുദ്രകളും ചാൻഡിങ്ങുകളും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്കവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൗമാര പ്രായം എത്തുമ്പോഴത്തേക്കും ആ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങളുണ്ടാകാം. ദേഷ്യമുണ്ടാകാതെ സർവ്വസാധാരണമാണ്. ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ആ മാറ്റങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതല്ല, വളരെ നല്ലൊരു രീതിയിലേക്ക്, അതിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവലോകനം ചെയ്യാൻ തന്നെ സ്വയം അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കും. അപ്പം വളർന്നു വരുന്ന സമയമാകുമ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് കൗമാര ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൺകുട്ടികൾക്കും അതിൻ്റേതായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസസാണ് കൗമാരക്കാർക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾക്കും കൗമാരക്കാർക്കും ഒരേപോലെ ചെയ്യാവുന്ന ഒരൊറ്റ പ്രാക്ടീസാണ് പ്രാണായാമ. അതുപോലെ തന്നെ ഒരു കുടുംബം മൊത്തത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗിയും ഉചിതവും. നന്ദി, നമസ്കാരം.